പാലക്കാട് അകത്തേത്തറ പഞ്ചായത്തിൽ ചരിത്രത്തിൽ ആദ്യമായി BJP അധികാരത്തിലെത്തിയതോടെ വലിയ ആഹ്ലാദ പ്രകടനമാണ് ഇപ്പോൾ പഞ്ചായത്തിൽ BJP നടത്തുന്നത്. മെമ്പർമാരുടെയും മറ്റുമൊക്കെ നേതൃത്വത്തിൽ എല്ലാ മെമ്പർമാരും അണിനിരന്നുകൊണ്ടുള്ള ആഹ്ലാദ പ്രകടനമാണ് പാലക്കാട് ഇപ്പോൾ അകത്തേത്തറ പഞ്ചായത്തിൽ പുരോഗമിക്കുന്നത്. ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 37-38 വർഷമായി CPM ഭരിച്ച പഞ്ചായത്താണ്. ആ പഞ്ചായത്താണ് BJP ഇപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി ഭരണത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വലിയ ആഹ്ലാദ പ്രകടനമാണ്. തീർച്ചയായിട്ടും വലിയ ആഹ്ലാദമാണ്. മാറും അകത്തേത്തറ ഭരിക്കും BJP എന്നുള്ളതാണ്. അകത്തേത്തറ മാറി BJP ഭരിക്കും. ഭരണം എന്താണെന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പോകുന്ന അടുത്ത 5 വർഷം ജനങ്ങൾക്ക് എല്ലാവർക്കും ഈ അകത്തേത്തറ പഞ്ചായത്ത് 19 വാർഡുകളിലും ഒരേപോലെയുള്ള വികസനവും ഒരേപോലെയുള്ള പ്രവർത്തനവും എല്ലാ ജനങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്ന BJP ഉറപ്പു നൽകുകയാണ് ഈ അവസരത്തിൽ. ജനങ്ങളോട് കൃത്യമായിട്ടൊരു ഉറപ്പ്, തങ്ങൾ കൃത്യമായിട്ട് എന്താണ് ഭരണം എന്ന് കാണിച്ചു കൊടുക്കുന്നതാണ്. തീർച്ചയായിട്ടും അകത്തേത്തറയെ സംബന്ധിച്ചിടത്തോളം ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ ഞങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് വരുന്ന ദിവസങ്ങളിൽ അകത്തേത്തറത്തെ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും. നല്ല എല്ലാവരും തുല്യതായിട്ടുള്ള ഒരു വികസനമാണ് അതർ പഞ്ചായത്തിൽ നടത്താൻ പോകുന്നത്. ഏതായാലും ഒരുപാട് ജനങ്ങൾ അവരുടെ സന്തോഷത്തോടെ, വലിയ സന്തോഷത്തോടുകൂടെ ഈ ഒരു ആഹ്ലാദ പ്രകടനത്തിൽ പുറകിലായിട്ട് അണിനിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വാദ്യമേളങ്ങളുടെയും മറ്റുമൊക്കെ അകമ്പടിയോടുകൂടെയാണ് BJP പ്രവർത്തകർ ഇപ്പോൾ ഈ ഒരു ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്ത് പോകുന്നത്. വലിയ സന്തോഷമാണ് ഇവിടെയുള്ള ഓരോ ജനങ്ങളും ഈ BJP ഭരണത്തിലെത്തിയപ്പോൾ പ്രകടിപ്പിക്കുന്നതെന്നുള്ള വലിയ സന്തോഷത്തിലാണ്. ഈ പഞ്ചായത്ത് പിടിച്ചെത്തിയ വലിയ സന്തോഷത്തിലാണ്. 38 വർഷത്തെ ഈ ദുർഭരണം അവസാനിപ്പിച്ചിട്ട് കോൺഗ്രസ് ഒന്നുമല്ല എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് BJPയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇനി ഞങ്ങൾ കാണിച്ചു കൊടുക്കും ഭരണം എങ്ങനെയാണ്. ഒരു അഴിമതിയില്ലാത്ത സത്യസന്ധമായിട്ടുള്ള ഭരണം ഞങ്ങൾ കാഴ്ചവെക്കും. അന്ന് ഞങ്ങൾ വാക്ക് തരുന്നു ജനങ്ങൾക്ക്. വലിയ സന്തോഷത്തിലാണ്, വളരെ സന്തോഷത്തിലാണ്. 37 കൊല്ലം അവർ പഞ്ചായത്ത് ഭരിച്ചു മുടിച്ചു. ഇത് അയ്യപ്പൻ കൊടുത്ത എന്താണ്, അയ്യപ്പന്റെ ശിക്ഷയാണ് ഇത്. എത്രത്തോളം സന്തോഷത്തിലാണ്? ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. എല്ലാം കൊണ്ടും ഞങ്ങൾ പഞ്ചായത്ത് അടിച്ചു പൊളിക്കും. ഭരണം നല്ല സൂപ്പറായിട്ട് കാഴ്ചവെക്കും. അതുതന്നെയാണ് എല്ലാവരുടെയും. അവരൊക്കെ വാക്കുകളിൽ ഒരുപാട് ആൾക്കാരുണ്ട്. സന്തോഷത്തിലാണ്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. പറഞ്ഞാൽ ഇതിൽ പരം ഒരു സന്തോഷമില്ല. 37 വർഷമായി ഇത് കിട്ടിയിട്ട്. അതാണ് വലിയ സന്തോഷം എന്നുള്ളതാണ്. ഏതായാലും കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ അവിടെ ഭാരതമാതാവിൻ്റെ BJPയുടെ കൊടിയൊക്കെ പിടിച്ചുകൊണ്ട് അവരിങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ചേട്ടൻ പറയും. 38 വർഷത്തെ പ്രതികരണമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രളയം മാതിരിയുള്ളത്. ഞങ്ങൾ ആദ്യം മേൽപ്പാലം റോഡ് നന്നാക്കാൻ ശ്രമിക്കും. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധമായ സഹകരണങ്ങളും BJP കൂടെ അകത്തേത്തറ കൂടെ ഞങ്ങൾ നൽകും. ഗ്യാരണ്ടി മോദിജി ഞങ്ങളുടെ അതാണ് BJP. ഏതായാലും അവരുടെ ഗ്യാരണ്ടി എന്നുള്ളത് വികസനമാണ് ഞങ്ങളുടെ ഗ്യാരണ്ടി എന്നുള്ളതാണ് BJP പ്രവർത്തകർ ഓരോരുത്തരും പറയുന്നത്. 38 വർഷമായിട്ട് CPM കൈയടന്ന സ്ഥലമാണ് നമ്മൾ താമര ഇത്തവണ വിരിച്ചിരിക്കുന്നത്. കഴിഞ്ഞോട്ടെ 7 സീറ്റ് നമ്മൾ പിടിച്ചു, 10-7 ആയിരുന്നു. ഇവിടെ കോൺഗ്രസ് ഒന്നുമല്ല. ഇത്തവണ നമ്മൾ 10 സീറ്റ് നമ്മൾ പിടിച്ചു. 8-1 8 LDF-ഉം 1 കോൺഗ്രസും. അത് ഇവർ രണ്ടുപേരും കൂടെയുള്ള ടൈപ്പാണ് നമുക്ക് നന്നായി അറിയാം. എന്നാൽ നമ്മൾ ഒരുമിച്ച് പിടിച്ചു. അതാണ് നമ്മൾ അത്രയും വർക്ക് ചെയ്ത് നമ്മൾ പിടിച്ചടക്കി. കമ്മ്യൂണിസ്റ്റിന്റെ കോട്ട 38 വർഷത്തെ നമ്മൾ പിടിച്ചടക്കി. പിന്നെ അതിന് ഭരണം കിട്ടില്ല, അവർക്ക് ഒന്നും കിട്ടാൻ പോകണില്ല. അവർക്ക് അതാണ് ചെങ്കോട്ട മാറി കാവിക്കോട്ടയായി മാറി എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ ഇങ്ങനെ ഈ പ്രകടനത്തിൽ പുറകിലായിട്ട് ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ഒരുപാട് പേരാണ് ഈ വിജയാഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തവർ ഇങ്ങനെ നടന്നു. ഈ ഒരു അകത്തേത്തറ ഗ്രാമപഞ്ചായത്തിന്റെ പഞ്ചായത്തിൽ ഉൾപ്പെടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം സന്തോഷത്തിലാണ് ചേച്ചി? എത്രത്തോളം സന്തോഷത്തിലാണ്? വളരെയധികം സന്തോഷത്തിൽ തന്നെയാണ്. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം LDF ഭരിച്ചിരുന്ന പഞ്ചായത്ത് BJP പിടിച്ചടക്കിയിരിക്കുകയാണ്. വലിയ സന്തോഷം, ഭയങ്കര സന്തോഷമാണ്. 38 വർഷം ഭരിച്ചാണ് LDF. ഞങ്ങളുടെ ഭരണം നിങ്ങൾ കാണിച്ചു കൊടുക്കും. എന്താണ് ഭരണം കാണിച്ചു കൊടുക്കും? തീർച്ചയായിട്ടും കാണിച്ചു കൊടുക്കും. അവരുടെയൊക്കെ ഒരു സന്തോഷമാണ് കാണുന്നത്. ഇനി അകത്തേത്തറ പഞ്ചായത്ത് LDF-ന് കൊടുക്കില്ല. ഞങ്ങളുടെ തീരുമാനമാണത്. 10 സീറ്റ് പോലും ഇല്ലാണ്ട് ഞങ്ങൾ ആക്കി കൊടുക്കും. ഏതായാലും വലിയ ആഹ്ലാദത്തിലാണ്, വലിയ ആവേശത്തിലാണ് അകത്തേത്തറയിൽ BJPയുടെ ആ ഒരു ആവേശവും ആഹ്ലാദവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പഞ്ചായത്തിൽ എന്താണ് ഭരണം എന്നുള്ളത് തങ്ങൾ കാണിച്ചു കൊടുക്കും എന്നുള്ളതാണ് ഓരോരുത്തരും വ്യക്തമാക്കുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.